അയോധ്യയിൽ ശ്രീരാമൻ്റെ അഭിഷേകത്തിന് വിഘ്നം വന്നു എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മണന് കഠിനമായ കോപം വന്നു. അപ്പോൾ ശ്രീരാമദേവൻ ആ രാമതത്വം ലക്ഷ്മണനോട് ഉപദേശിക്കുകയാണ്. വത്സ ലക്ഷ്മണ, നീ മത്സരബുദ്ധി വെടിയൂ. സുഖങ്ങളെല്ലാം അസ്ഥിരമാണ്, ഒന്നും നിലനിൽക്കുന്നതല്ല. ആയുസ്സാണെങ്കിൽ അല്പകാലമേ ഉള്ളൂ. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ പെട്ടെന്ന് നശിച്ചു പോകില്ലേ? അതുപോലെയാണ് ആയുസ്സും. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള തൻ്റെ ഭക്ഷണത്തിനായി നാവ് നീട്ടുന്നത് പോലെ ജനങ്ങൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. അവരറിയുന്നില്ല കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിലാണ് അവരകപ്പെട്ടിരിക്കുന്നതെന്ന്. ഇത്രയും കേട്ടപ്പോൾ ലക്ഷ്മണന് ബോധ്യമായി. ലക്ഷ്മണൻ ജ്യേഷ്ഠനായ ശ്രീരാമനെ നമസ്കരിച്ചു. കൂടെ വരാൻ പുറപ്പെട്ടു. ലക്ഷ്മണൻ നേരെ പോയി തൻ്റെ മാതാവായ സുമിത്രയുടെ കാൽക്കൽ നമസ്കരിച്ച് അനുമതി വാങ്ങി. സുമിത്ര തൻ്റെ പുത്രനെ ഗാഠമായി ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ചു പറഞ്ഞു, പുത്ര, നീ ജ്യേഷ്ഠനായ ശ്രീരാമനെ പരിചരിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. നിൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ പിതാവായ ദശരഥനായി കരുതണം. സീതയെയോ നിൻ്റെ മാതാവായ എന്നെപ്പോലെയും കാണണം. കാടിനെ അയോധ്യയെ പോലെ കണക്കാക്കി സുഖമായി താമസിച്ച് പോയി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു. അങ്ങനെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും എല്ലാവരെയും സമാശ്വസിപ്പിച്ച് എല്ലാവരുടെ അനുഗ്രഹവും വാങ്ങി കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യാധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമാതല്ലായെങ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം.